إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അശ്ശുഅറാ 31-32 വചനങ്ങളുടെ വ്യാഖ്യാനം. മൂസാ നബി അലൈഹിസ്സലാം ഫറോവയുമായി വാഗ്വാദത്തിൽ സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ ഫറോവ പറയുകയാണ്, ഖാല അവൻ പറഞ്ഞു, ഫഅ്തിബിഹി എന്നാൽ അത് നീ കൊണ്ടുവരൂ, നീ ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടില്ലേ മുൻ ആയത്തിൽ പറഞ്ഞ പ്രകാരം, എന്നാൽ അത് നീ കൊണ്ടുവരൂ. ഇൻ കുന്ത മിനസ്വാദിഖീൻ നീ സത്യം പറയുന്നവനാണെങ്കിൽ, നീ സത്യം പറയുന്നവരിൽ പെട്ടവനാണെങ്കിൽ, സത്യവാനാണെങ്കിൽ അത് കൊണ്ടുവരൂ, ഒന്ന് കാണട്ടെ എന്ന രൂപത്തിലാണ് ഫറോവ മൂസാ നബിയോട് ആവശ്യം ഉന്നയിക്കുന്നത്. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാം ആ ദൃഷ്ടാന്തം പുറത്തെടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ വടി താഴേക്കിടുകയാണ്. അപ്പോഴതാ മുബീൻ സുവ്യക്തമായ ഒരു പാമ്പായി മാറുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ വടി വലിയൊരു സർപ്പമായി മാറുകയാണ്, പാമ്പായി മാറുകയാണ്. ജനങ്ങളൊക്കെയും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫറോവയുടെ കൊട്ടാരത്തിൽ വെച്ചാണ് അത് സംഭവിച്ചത്. അന്ന് വരെ ആർക്കും അത് ഒരു പരിചയമില്ലാത്ത രൂപത്തിലായിരുന്നു. അതാണ് മൂസാ നബി അലൈഹിസ്സലാം കാണിക്കുന്നത്. അതേസമയം പല വടികളും കയറുകളും അതേപോലെ പമ്പാക്കുന്ന സാഹചര്യങ്ങൾ മിസ്രിൽ ഉണ്ടായിരുന്നു. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടിയാണെങ്കിൽ വലിയൊരു പമ്പായി മാറുകയാണ് ഉണ്ടായത്. അതിൽ അത്ഭുതപ്പെട്ടുകൊണ്ട് ആ ഫറോവയും കൂട്ടുകാരും അതിനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണത് മാത്രമല്ല, വനസഅയദഹു അദ്ദേഹത്തിന്റെ കൈ അദ്ദേഹം ഊരിയെടുത്തു, അതായത് കക്ഷത്തിൽ നിന്നും ഊരിയെടുത്തു, അല്ലെങ്കിൽ പുറത്തെടുത്തു. അപ്പോഴതാ വെള്ളയാകുന്നു. ലിന്നാദിരീൻ കാഴ്ചക്കാർക്ക്, കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ കൈ ഒരു വെള്ള കളറുള്ളതായി മാറുന്നതായി അവർക്ക് കൃത്യമായി അവർക്ക് കാണിക്കപ്പെടുകയാണ്. അതാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ രണ്ടാമത്തെ മൂജിതത്ത് ദൃഷ്ടാന്തം. ഈ രണ്ട് മൂജിതത്തും ഫറോവയുടെ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് അവർക്ക് മൂസാ നബി അലൈഹി സ്വലാം നേർക്കുനേരെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതാ ഞാൻ റബ്ബുൽ ആലമീൻ പറഞ്ഞയച്ച റസൂൽ തന്നെയാണ്. ഞാൻ പറയുന്ന ഉപദേശങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളണം. ആ റബ്ബ് ഏകനാണ്, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അവനാണ് നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചത്. എല്ലാത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും പരിപാലിച്ചു കൊണ്ടിരിക്കുന്നതും ഉടമസ്ഥനും അവനാണ് എന്നൊക്കെയാണ് ഇതിന്റെ ചുരുക്കം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.